നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർ നിലവിൽ ബിസിനസ് അല്ല ചെയ്യുന്നത്, അവർ എംപ്ലോയ്മെൻറ്റിലാണ്, കൃത്യമായി മാസ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇവർക്ക് ബിസിനസ് ചെയ്താൽ മാത്രം പോരാ, വളർത്തി വലുതാക്കണമെന്നും ആഗ്രഹമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ പലരും എന്നെ ഫോൺ വിളിക്കാറുണ്ട്. അവർ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കൺസേൺ, ഫാമിലിയിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല. അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹത്തിനെ ഫാമിലി എതിർക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു കൺസേൺ ആണ് ഇതെന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവും. അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒരു കാരണമാകാം. രണ്ട്, നിങ്ങളുടെ കഴിവിൽ അവർക്കൊരു വിശ്വാസം ഇല്ലാത്തതാവാം രണ്ടാമതുള്ളൊരു കാരണം. പിന്നെ മൂന്നാമതുള്ളൊരു കാരണം അവരുടെ ഫണ്ട്, ഇപ്പോൾ ഉള്ള നിലവിൽ ഫാമിലി റൺ ചെയ്യുന്ന ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യും, ഇങ്ങനെയുള്ള പല കൺസേൺസ് കൊണ്ടാവാം വരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് നിങ്ങളുടെ കഴിവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അവർക്ക് വിശ്വാസം ഇല്ലാത്തത്. ഇവിടെ ഒരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ബിസിനസ്സിലുള്ള ഐഡിയാസും ബിസിനസ്സിൻ്റെ പ്ലാനും നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റും? ആ ഒരു ആംഗിളിൽ ചിന്തിച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ നിങ്ങളുടെ ഫാമിലി തന്നെയാണ്. ഗുഡ്സ് മേടിക്കുന്നില്ല, സർവീസ് മേടിക്കുന്നില്ല, പേയ്മെൻറ്റ് തരുന്നില്ല, അതൊക്കെ ശരി. പക്ഷേ അവിടെ നിങ്ങളുടെ ഈ കൺസെപ്റ്റ് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ കൺസെപ്റ്റ് അവർ മനസ്സിലാക്കുക എന്നുള്ളൊരു ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫാമിലി തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ. അവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വെളിയിൽ പോയി സെല്ല് ചെയ്യുമ്പോൾ പരാജയപ്പെടാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ് ഐഡിയയിലുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കുറവാണെങ്കിലാണ് കൺവിൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക. കുറച്ചുകൂടി ഗവേഷണം നടത്തുക. ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്ഷനാണ്, മാനുഫാക്ചറിങ് ആണ്, പ്രൊഡക്ഷനിലാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അതിൻ്റെ സപ്ലൈ, റോ മെറ്റീരിയലിൻ്റെ സപ്ലൈ, മെഷീനിൻ്റെ സപ്ലൈ, അതിൻ്റെ കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായൊരു ക്ലാരിറ്റിയിലേക്ക് എത്തിക്കുക. നേരെ തിരിച്ച് മാർക്കറ്റിങ്ങോ ട്രേഡിങ്ങോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ആ ഒരു ഏരിയയിൽ നിങ്ങളത് ക്ലാരിറ്റിയിൽ എത്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ ക്ലാരിറ്റി കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളിത് നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഫാമിലിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുക, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവരുടെ റെസിസ്റ്റൻസ് കുറയും. ഇതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ക്ലാരിറ്റി കൂടാതെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഇച്ഛാശക്തി. അതായത് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ആ ഒരു ഡിസയർ, അടങ്ങാത്ത ആഗ്രഹമാണെങ്കിൽ നിങ്ങളെ ആർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തടസ്സം നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ ഫാമിലിയല്ല, ആരുമല്ല. അടങ്ങാത്ത ആഗ്രഹമുണ്ടോ, ആ ഡിസയർ ഉണ്ടോ? ആ ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാരിറ്റി പ്ലസ് ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. ബിക്കോസ് ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് കസ്റ്റമർ. പേയ്മെൻറ്റ് തരുന്നു എന്നുള്ള ആംഗിളിലല്ല, ബിക്കോസ് യു ആർ സെല്ലിങ് ദാറ്റ് കൺസെപ്റ്റ്. ആ ഐഡിയ നിങ്ങൾ സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ വിൻ ചെയ്തു ഐഡിയയ്ക്ക് ഒരു അപ്രൂവലായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഇച്ഛാശക്തി ആൻഡ് ക്ലാരിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഡിസയർ ആൻഡ് ക്ലാരിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ശക്തമായ രീതിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മിക്കവാറും കേസിൽ അത് സക്സസ്ഫുൾ ആകുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.